ചൈൽഡ്ഹുഡ് ട്രോമാസ് പല ആളുകൾക്കും പല രീതിയിലായിരിക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ഫിസിക്കലി, അല്ലെങ്കിൽ വേർബലി, അല്ലെങ്കിൽ സെക്ഷൽ ഫോമിലൊക്കെ ആയിട്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ചെറുപ്പത്തിൽ നടന്ന കാര്യമല്ലേ, അത് പിന്നെ അത്ര പ്രശ്നമൊന്നും ആവില്ല. പക്ഷെ അത് അഡൽട്ട് ഫേസിലും കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. പല ആളുകൾക്കും ഈ ചെറുപ്പത്തിലുണ്ടായ അനുഭവങ്ങൾ വീണ്ടും ഇങ്ങനെ ഇമേജസ് ആയിട്ട് അവർ അതേ രൂപത്തിൽ അവർക്ക് റീലിവ് ചെയ്യാനൊക്കെ പറ്റും. അത് ആ ഒരു അനുഭവങ്ങൾ. ഇതല്ലാതെ തന്നെ അവരുടെ ബിഹേവിയറിലും കുറേ ഇഷ്യൂസ് ഉണ്ടാവും. അന്ന് ഉണ്ടായ ഈ അനുഭവങ്ങൾ വരുമ്പോൾ കുറേ ഇമോഷൻസും അതിൻ്റെ കൂടെ വരും. ഈ ഇമോഷൻസ് മറക്കാനായിട്ട്, അല്ലെ ഈ ഇമോഷൻസ് എക്സ്പീരിയൻസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറേ റിസ്ക് ടേക്കിംഗ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിൽ എൻഗേജ് ചെയ്യും. അതിപ്പം ഡ്രിങ്കിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്മോക്കിങ്, അല്ലെങ്കിൽ പെട്ടെന്ന് എടുത്തു ചാടി റിലേഷൻഷിപ്പിലേക്ക് കടക്കുക, ഇങ്ങനെ കുറച്ച് റിസ്ക് ടേക്കിംഗ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിലേക്ക് ഇവർ എൻഗേജ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഇതുപോലെ ചൈൽഡ്ഹുഡ് ട്രോമാസിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് പല തെറാപ്യൂട്ടിക് ടെക്നിക്സ് ഉണ്ട്. CBT, DBT അല്ലെങ്കിൽ EMDR എന്ന് പറഞ്ഞ ടെക്നിക്സിലൂടെ നമുക്ക് ഈ ചൈൽഡ്ഹുഡ് ട്രോമാസിൽ നിന്ന് പുറത്ത് കടക്കാം.